ഹായ്. അങ്ങനെ നമ്മുടെ ഹോളിവുഡിലെ സമ്മർ ലൈനപ്പ് മൂവീസിൽ റയാൻ ഗോസ്ലിംഗും എമിലി ബ്ലണ്ടും ലീഡ് റോൾസ് ചെയ്യുന്ന പുതിയ ഫിലിം ദ ഫോൾ ഗായ് ഇന്ന് റിലീസ് ചെയ്തു. ഞാൻ ദേ അത് കണ്ട് വന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒരു 2 മിനിറ്റ് സംസാരിക്കാം. എയ്റ്റീസുകളിൽ ഉണ്ടായിരുന്ന ഒരു ടി വി സീരീസിന്റെ അഡാപ്റ്റേഷനാണ് സെയിം നെയിമിലുള്ള ഈ മൂവി. ഈ സിനിമയുടെ ഒരു ഓവറോൾ സ്റ്റോറി ത്രെഡ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും പറയാണ്, മൈനർ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഹോളിവുഡ് നല്ല രീതിയിൽ മാർക്കറ്റുള്ള ഒരു സ്റ്റണ്ട്മാൻ അല്ലെങ്കിൽ ഡ്യൂപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളായിട്ടാണ് റയാൻ ഗോസ്ലിംഗ് ഇതിൽ അഭിനയിക്കുന്നത്. കൂടെ ക്യാമറ കോർഡിനേറ്ററായി എമിലി ബ്ലണ്ടും. ഇടയ്ക്ക് വെച്ചുണ്ടാകുന്ന ഒരു ആക്സിഡന്റ് കാരണം ഇൻഡസ്ട്രിയിൽ നിന്ന് 1.5 വർഷത്തോളം ഗ്യാപ്പ് എടുത്ത റയാൻ എമിലി ഡെബ്യൂട്ട് ഡയറക്ട് ചെയ്യുന്ന സിനിമയിലേക്ക് തിരിച്ചു വരുന്നതും സൈമിൾട്ടേനിയസ്ലി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിലെ നായകനെ കാണാതാവുന്നതുമെല്ലാമാണ് പ്രമേയം. സത്യം പറഞ്ഞാൽ സ്റ്റോറി ഇത്തിരി വീക്ക് പോലെ തോന്നി. റയാൻ ഗോസ്ലിംഗ് അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ഈ ഫിലിമിലും. അതിൽ മാറ്റമൊന്നുമില്ല. അതായത് ഒരു ലവബിൾ ആയ, അധികം ഷാർപ്പ് മൈൻഡ് അല്ലാത്ത പോലെ അഭിനയിക്കുന്ന, സട്ടിലായി കോമഡി പറയുന്ന ഒരു അസാധ്യ ഫിസിക്കുള്ള മനുഷ്യൻ. കൂടെ എമിലി ബ്ലണ്ട് കൂടെ ആകുമ്പോൾ അറിയാലോ, അവരെ നമ്മൾ നോക്കിയിരുന്നു പോകും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു മൂവി ബയസ്ഡ് ആവാതെ അഭിപ്രായം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. കാരണം ഇവർക്ക് ഹെയ്റ്റേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഈ സിനിമാ ലോകത്തുള്ള എല്ലാ സ്റ്റണ്ട്മെന്റിനു വേണ്ടിയുള്ള ഒരു ലവ് ലെറ്റർ പോലെയാണ് ഈ സിനിമ എന്ന് തോന്നി. അവരുടെ സ്ട്രഗിൾസ്, ഇൻഡസ്ട്രി അവരെ അബ്യൂസ് ചെയ്യുന്നത്, ഓരോ സ്റ്റണ്ട് കൊറിയോഗ്രഫിക്ക് ശേഷവും ഉള്ള അവരുടെ അവസ്ഥ, ഇതൊക്കെ ഒരു കോമഡിയുടെ മേമ്പൊടിയിൽ പറഞ്ഞു പോകുന്നു. ജാക്കി ചാൻ മാസ്റ്റർ ചെയ്ത ആക്ഷൻ കോമഡി കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ ജാക്കി ചാന്റെ ഫിലിംസിലെ ബ്ലൂപ്പേഴ്സ് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ പോലും കിട്ടിയില്ലെങ്കിലും അവരുടെ ഹാർഡ് വർക്ക് വ്യക്തമാണ്. അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഡയറക്ടർ വ്യക്തമായി ശ്രമിക്കുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ, ഡെഡ്പൂൾ 2 ഒക്കെ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഡേവിഡ് ലീച്ചാണ് ഇതിന്റെ സംവിധായകൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റണ്ട്മാനായി ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫിലിം എടുക്കാൻ മറ്റാരേക്കാളും യോഗ്യനുമാണ്. ഈ സിനിമയിലെ സ്റ്റണ്ട് കൊറിയോഗ്രഫിയിലേക്ക് വന്നാൽ ജോൺ വിക്ക് പോലെയോ അല്ലെങ്കിൽ ഇയാളുടെ തന്നെ മുമ്പത്തെ മൂവിയായ ബുള്ളറ്റ് ട്രെയിനിലെ പോലെയോ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് തോന്നിയില്ല. എക്സെപ്റ്റ് വൺ ഫൈറ്റ് സീക്വൻസ്. ഇതിലൊരു സൈക്കഡലിക് ഫൈറ്റ് സീൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ സിനിമയുടെ പോസിറ്റീവ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോങ്സ് ഒരു രക്ഷയില്ല. നല്ലൊരു പ്ലേലിസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. റയാൻ ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് ചെയ്യുന്ന ആളല്ല. ഇതൊക്കെ അത്യാവശ്യം പേടിയുള്ള ആളാണെന്ന് പണ്ടേ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതുമാണ്. എങ്കിലും ഈ പടത്തിലെ റോൾ ജസ്റ്റിഫൈ ചെയ്യാനായി ഇതിൽ ഒരു മെയിൻ സീനിൽ 12 ഫ്ലോർ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്നത് ഡ്യൂപ്പില്ലാതെ ചെയ്തു എന്ന് അയാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സിൽ ഓസ്കാർ അവാർഡിൽ സ്റ്റണ്ട് കാറ്റഗറി ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഓവറോൾ ഒരു അബോ ആവറേജ് വൺ ടൈം വാച്ചബിൾ ഫിലിം തന്നെയാണ്. പക്ഷെ കാസ്റ്റിംഗ് കണ്ടപ്പോൾ എവിടെയൊക്കെ ഇത്തിരി കൂടെ നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ റയാൻ ആക്ടിങ് ആസ് എ സ്റ്റണ്ട്മാൻ, പക്ഷെ അയാളുടെ സ്റ്റണ്ട്സ് ചെയ്യാൻ വേറെ സ്റ്റണ്ട്മാൻ വേണ്ടി വന്നു. ഇസ്ന്റ് ഇറ്റ് ഐറോണിക്? പോട്ടെ. എങ്കിലും ഈ സിനിമയുടെ ഒരു അൾട്ടിമേറ്റ് എയിം, ദ സ്റ്റണ്ട് ടീം ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ലൈക്ക് എനി അതർ കാറ്റഗറി ഇൻ ദ ഇൻഡസ്ട്രി. ആൻഡ് ഒബ്വിയസ്ലി ഐ അഗ്രി. ഹോളിവുഡ് ഈ വർഷം പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. അവിടെ സമ്മർ തുടങ്ങിയല്ലേ ഉള്ളൂ. ഫ്യൂരിയോസയും ഡെഡ്പൂൾ ആൻഡ് വോൾവറിനും ഒക്കെ വരുമ്പോൾ ഗിയർ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ശരി.